അങ്ങ് ദൂരെ ഒരു കാട്ടിൽ ഒരു കുട്ടിക്കൊമ്പനും ഒരു കുട്ടിക്കുരങ്ങനും താമസിച്ചിരുന്നു. അവർ രണ്ടുപേരും ഒറ്റ ചങ്ങാതിമാരായിരുന്നു. അവർ ആ കാടിനുള്ളിൽ കളിച്ചും ചിരിച്ചും വളരെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിച്ചു വരികയായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ആ കാട്ടിലേക്ക് കുറച്ചു വേട്ടക്കാർ വന്നു. അവർ വളരെ ദുഷ്ടന്മാരായിരുന്നു. അവർ മൃഗങ്ങളെയെല്ലാം ഉപദ്രവിക്കുകയും വേട്ടയാടുകയും ചെയ്തു. എന്നാൽ ഇതൊന്നും കുട്ടിക്കൊമ്പനും കുട്ടിക്കുരങ്ങനും അറിഞ്ഞിരുന്നില്ല. ഒരു ദിവസം കാടിനുള്ളിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടിക്കുരങ്ങനെ വേട്ടക്കാർ വന്ന് പിടിച്ചുകൊണ്ടുപോയി. പാവം കുട്ടിക്കുരങ്ങൻ പേടിച്ചു ഉറക്കെ കരയാൻ തുടങ്ങി. കുട്ടിക്കുരങ്ങന്റെ കരച്ചിൽ കേട്ട കുട്ടിക്കൊമ്പൻ അവിടേക്ക് ഓടിയെത്തി. എങ്ങനെയെങ്കിലും കുട്ടിക്കുരങ്ങനെ രക്ഷപ്പെടുത്തണമെന്ന് ചിന്തിച്ച കുട്ടിക്കൊമ്പന് ഒരു ബുദ്ധി തോന്നി. അവൻ ഓടിച്ചെന്ന് വേട്ടക്കാരുടെ അരികിൽ ചെന്ന് അവരോടായി പറഞ്ഞു, എടാ മണ്ടന്മാരെ, നിങ്ങൾക്ക് ആ കുരങ്ങിനെ കിട്ടിയിട്ട് യാതൊരു പ്രയോജനവുമില്ല. അവനെ വിട്ടുതരികയാണെങ്കിൽ ഈ കാടിനുള്ളിൽ നിധി എവിടെയാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അതുകേട്ട് അത്യാഗ്രഹം മൂത്ത വേട്ടക്കാർ കുട്ടിക്കുരങ്ങിനെ വെറുതെ വിട്ടു. കാടിനുള്ളിലുള്ള ഒരു കുളത്തിന്റെ അടിയിലാണ് നിധിയെന്ന് കുട്ടിക്കൊമ്പൻ വേട്ടക്കാരോട് പറഞ്ഞു. അത് കേട്ടതും വേട്ടക്കാർ അവിടേക്ക് ഒറ്റ ഓട്ടം. അവർ കുളത്തിന് അരികിലെത്തിയതും കാൽ വഴുതി ആ കുളത്തിലേക്ക് വീണുപോയി. ആ കുളത്തിലാണെങ്കിൽ നിറയെ മുതലകളായിരുന്നു. മുതലയെ കണ്ടതും വേട്ടക്കാർ എല്ലാവരും പേടിച്ചു കരയാൻ തുടങ്ങി. അവൻ എങ്ങനെയൊക്കെയോ ആ കാട്ടിൽ നിന്നും രക്ഷപ്പെട്ടു ഓടി. ഇത് കണ്ട് അവിടേക്ക് വന്ന എല്ലാ മൃഗങ്ങളും കുട്ടിക്കൊമ്പനെ പ്രശംസിച്ചു. അങ്ങനെ നമ്മുടെ കുട്ടിക്കൊമ്പൻ ആ കാട്ടിലെ ഹീറോ ആയി മാറി. നമുക്ക് ചുറ്റുമുള്ള മൃഗങ്ങളെയും പക്ഷികളെയും ഉപദ്രവിച്ചാൽ അതിനുള്ള തക്കതായ ശിക്ഷ കിട്ടുമെന്ന് വേട്ടക്കാർക്ക് മനസ്സിലായി. എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ.